ഇന്നിവിടെ വന്നിരിക്കുന്നത് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മൾ മിസൈലുകളെ കുറിച്ച് പറയുകയാണ്. മിസൈലുകൾ നമ്മൾ പറയുകയാണ്. പൃഥ്വി മിസൈലിന്റെ മാതൃകയിൽ ഇന്ത്യൻ നാവികസേന വികസിപ്പിച്ചെടുത്ത മിസൈൽ ഏതാണെന്നറിയാമോ? ധനുഷ് മിസൈലാണ്. പൃഥ്വി മിസൈലിന്റെ മാതൃകയിൽ ഇന്ത്യൻ നാവികസേന വികസിപ്പിച്ചെടുത്ത മിസൈലാണ് ധനുഷ് മിസൈൽ. ധനുഷ് മിസൈൽ കേട്ടോ. ധനുഷ് മിസൈൽ വാസ് ഡെവലപ്ഡ് ബൈ ഇന്ത്യൻ നേവി ഓൺ ദ മോഡൽ ഓഫ് പൃഥ്വി മിസൈൽ. പൃഥ്വി മിസൈലിന്റെ മാതൃകയിൽ ഇന്ത്യൻ നാവികസേന വികസിപ്പിച്ചെടുത്ത മിസൈലാണ് ധനുഷ് മിസൈൽ. ഇന്ത്യയുടെ ആദ്യത്തെ മിസൈൽ ഏതാണ്? പൃഥ്വി മിസൈലാണ്. ഫസ്റ്റ് മിസൈൽ ഓഫ് ഇന്ത്യ. ആൻസർ പൃഥ്വി മിസൈൽ. പൃഥ്വി മിസൈൽ. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഭൂതല വ്യോമ മിസൈൽ ഏതാണ്? ഇന്ത്യയുടെ ഭൂതല വ്യോമ മിസൈലാണ് ഏത്? തൃശൂല്. ഇന്ത്യയുടെ ഭൂതല വ്യോമ മിസൈൽ തൃശൂല്. സർഫസ് ടു എയർ മിസൈൽ ഓഫ് ഇന്ത്യ. സർഫസ് ടു എയർ മിസൈൽ. ആൻസർ എന്താണ്? തൃശൂൽ. തൃശൂൽ. അതുപോലെ ഇന്ത്യയുടെ വ്യോമയാന മിസൈൽ ഏതാണ്? വ്യോമയാന മിസൈൽ ഏതാണ്? ഇന്ത്യയുടെ വ്യോമയാന മിസൈലാണ് അഗ്നി മിസൈൽ. അഗ്നി അല്ല, അസ്ത്ര. ഇന്ത്യയുടെ വ്യോമയാന മിസൈലാണ് അസ്ത്ര. എയർ ടു എയർ മിസൈൽ. ആൻസർ എയർ ടു എയർ മിസൈലാണ് അസ്ത്ര. അസ്ത്ര മിസൈൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഭാവിയുടെ മിസൈൽ. ഭാവിയുടെ മിസൈൽ എന്നറിയപ്പെടുന്നു അസ്ത്ര മിസൈൽ. അസ്ത്ര മിസൈൽ ഈസ് നോൺ ആസ് മിസൈൽ ഓഫ് ഫ്യൂച്ചർ. മിസൈൽ ഓഫ് ഫ്യൂച്ചർ. ഭാവിയുടെ മിസൈൽ എന്നറിയപ്പെടുന്നു. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ആന്റി ടാങ്ക് മിസൈൽ ഏതാണ്? നാഗ്. ഇന്ത്യയുടെ ആന്റി ടാങ്ക് മിസൈലാണ് നാഗ്. ആന്റി ടാങ്ക് മിസൈൽ ഓഫ് ഇന്ത്യ. ആൻസർ നാഗ്. അതുപോലെ റഷ്യയുടെ സഹായത്തോടെ ഇന്ത്യ നിർമ്മിച്ച മിസൈൽ ഏതാണ്? റഷ്യയുടെ സഹായത്തോടെ ഇന്ത്യ നിർമ്മിച്ച മിസൈലാണ് ബ്രഹ്മോസ്. മിസൈൽ ഡെവലപ്ഡ് ബൈ ഇന്ത്യ വിത്ത് ദ ഹെൽപ്പ് ഓഫ് റഷ്യ. ആൻസർ എന്താണ്? ബ്രഹ്മോസ്. അതുപോലെ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അബ്ദുൽ കലാം ഈസ് നോൺ ആസ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. അതുപോലെ ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്ന ആരെയാണ്? ടെസി തോമസ്. ടെസി തോമസ് ഈസ് നോൺ ആസ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ. ടെസി തോമസ് ഈസ് നോൺ ആസ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ. അതുപോലെ ടെസി തോമസ് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഇത് പേരിലാണ് അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ആരാണ്? ടെസി തോമസ് ആണ്. ടെസി തോമസ് ഈസ് ഓൾസോ നോൺ ആസ് അഗ്നിപുത്രി. അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ആരാണ്? ടെസി തോമസ് ആണ്. അതുപോലെ പറയുകയാണെങ്കിൽ അഗ്നി 5 മിസൈലിൻ്റെ മലയാളി പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു? അഗ്നി 5 മിസൈലിൻ്റെ മലയാളി പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു? ടെസി തോമസ് ആയിരുന്നു കേട്ടോ. ടെസി തോമസ് വാസ് ദ മലയാളി പ്രോജക്റ്റ് ഡയറക്ടർ ഓഫ് അഗ്നി 5 മിസൈൽ. അഗ്നി 5 മിസൈലിൻ്റെ മലയാളി പ്രോജക്റ്റ് ഡയറക്ടർ ആരായിരുന്നു? ടെസി തോമസ് ആയിരുന്നു. അതുപോലെ ഇന്ത്യയുടെ മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷൻ എവിടെയാണ്? ചാന്ദിപൂർ, ഒഡീഷ. മിസൈൽ ലോഞ്ചിങ് സ്റ്റേഷൻ ഓഫ് ISRO. ആൻസർ ചാന്ദിപൂർ. അതെവിടെയാണ്? ഒഡീഷയിലാണ്. അതുപോലെ പൈലറ്റില്ല വിമാനങ്ങളെ വിളിക്കുന്ന പേര് എന്താണ്? ലക്ഷ്യ. പൈലറ്റ്ലെസ് എയർക്രാഫ്റ്റ്. ആൻസർ ലക്ഷ്യ. അപ്പം ഞാനിവിടെ വന്നത് മാവേലിക്കരയുള്ള ദീപം ലോ അക്കാഡമിയുടെ LLB എൻട്രൻസ് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. ഈ ക്വസ്റ്റ്യൻസ് ഏവർക്കും പ്രയോജനപ്പെടുന്നതാണ്. മത്സര പരീക്ഷകളൊക്കെ എഴുതുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ വീഡിയോ കാണുക, കേട്ട് പഠിക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്താണ് പരീക്ഷകൾക്കൊക്കെ യൂസ്ഫുൾ ആണ്.